നറുമണി പൊൻവെയിൽ നാൻമുഴം നീരുതാൾ അഴകേ നിൻ താരുണ്യം മൂടവേ അലയിലുലാവു നീ അമ്പിളിത്തോണിയിൽ തുഴയാതെ നാമെങ്ങോ നീങ്ങവേ നിറമുള്ള രാത്രി തൻ മിഴിവുള്ള തൂവലിൽ തണുവണി പൊൻവിരൽ തഴുകുന്ന മാത്രയിൽ കാണാക്കാറ്റിൻ കണ്ണിൽ മിന്നി പൊന്നിൻ നക്ഷത്രം ഓ വിണ്ണിൻ നക്ഷത്രം ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ മിഴികളിലിതളിട്ടു നാണം നീ മഴയുടെ ശ്രുതിയിട്ടു മൗനം അകലേ മുകിലായി നീയും ഞാനും പറന്നുയർന്നു ഓ പറന്നുയർന്നു. ഹലോ, ഇന്ന് നമ്മൾ 3 പേരും കൂടെ വന്നിട്ടുള്ളതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. 3 പേരും ഇങ്ങനെ വരി ഇരിക്കുക റെഡി ആയിട്ട് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും. ഇന്ന് എന്താണ് പ്രത്യേകത? ഇന്ന് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് 200ാമത്തെ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. അതന്നെ, അതാണ് പ്രധാനം. 200ാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നല്ല. എന്റെ അമ്മ ഞാൻ തന്നെ ആലോചിക്കാണ് 200 വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടോ. അപ്പൊ അത് ഭയങ്കര വലിയ സന്തോഷമായിട്ടാ തോന്നുന്നത് കേട്ടോ. എനിക്ക് 100ാമത്തെ വീഡിയോ ഇട്ടത് അന്ന് ഓർമ്മയുണ്ട്. അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചു, ഈശ്വര 100 വീഡിയോ, ഇതിപ്പോ 200 ഡബിൾ അത്രയായി. അപ്പോൾ എന്താണ് 200ാമത്തെ വീഡിയോൻ്റെ അന്ന് ഇപ്പോൾ എന്താണ് ഇടുകയെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇന്നത്തെ ദിവസത്തിന് തന്നെ ഒരു കാര്യമുണ്ട്. ഇന്നെൻ്റെ പിറന്നാളാണ്. അപ്പം അതെ, ജനിച്ച ദിവസത്തിനേക്കാളും മേലെ പ്രത്യേകിച്ച് എന്താ ഉള്ളത്? അതെ. അപ്പൊ പിന്നെ 200ാമത്തെ വീഡിയോയും പിറന്നാളും കൂടി ഒന്നിച്ച് അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് എഴുതി. പിറന്നാൾ എന്ന് വെച്ചാൽ അങ്ങനെ വലിയ ക്യാമായിട്ടൊന്നുമില്ല, കാരണം കുട്ടിയോട് സ്കൂളിൽ പോയിന്നു, നമ്മൾ തന്നെ ഉള്ളു ഇവിടെ. പക്ഷെ അമ്മ ഒരു അടിപൊളി സദ്യയൊക്കെ ഉണ്ടാക്കി, പായസമൊക്കെ കഴിച്ചു. എല്ലാവരുടെ പിറന്നാളിനും ഉണ്ടാക്കി കൊടുത്തു. അതെ, അമ്മ അത് സ്ഥിരം ഉള്ളതാണ്. അമ്മ പിറന്നാളിന് അമ്മ അവിടെ അടിപൊളിയായിട്ട് സദ്യ ഉണ്ടാക്കും. പിറന്നാൾ ദിവസം പിറന്നാളുള്ള ആള് കിച്ചണിൽ കയറാൻ പാടില്ല എന്നൊരു റൂൾ. ഇത് ഞാൻ പണ്ട് അല്ലല്ല, ഇത് ഞാൻ പണ്ട് എപ്പോഴോ എവിടെയോ വായിച്ചിട്ടാണ്. അന്നത്തെ ദിവസം ജോലി ചെയ്യാൻ പാടില്ലെന്ന്. സത്യമായിട്ടും അപ്പൊ ജോലിക്കാരൊക്കെ ലീവാക്കണേ വരികയല്ലേ? എനിക്കറിയില്ല. അന്നത്തെ ദിവസം അതാണ് പിറന്നാള് ദിവസം പിറന്നാളുള്ള ആളിനെ കൊണ്ട് ഇവിടെ ഞാനോ അമ്മമ്മ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പട്ടിണി എടുക്കുവോ? അത് ഞാൻ ആലോചിക്കാറുണ്ട്. നിന്റെ പിറന്നാൾ എന്താ അറിയോ, എല്ലാ പ്രാവശ്യവും നാട്ടിലാണ് ഉണ്ടാവുക. ഇപ്പൊ ഖത്തറിലെങ്ങാനും ആയിരുന്നു ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ കുടുങ്ങും. അപ്പൊ പണിയെടുത്തല്ലേ വെച്ചു. അല്ല, അപ്പൊ എന്റെ പിറന്നാൾ ഞാൻ എന്ത് ചെയ്യാം? അത് ചില എക്സെപ്ഷനൽ കേസുകൾ. ഇങ്ങനെ ഞാൻ വായിച്ചതാണ്, അമ്മ വായിച്ചിട്ടില്ലല്ലോ. അമ്മയ്ക്ക് പണിയെടുക്കാം. ഇത് ഞാൻ കുറെ പണ്ട് വായിച്ചിട്ടുള്ളതാണ്, പിറന്നാളുകാരിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഇന്നെന്തായാലും സദ്യക്ക് അമ്മ ഉണ്ടാക്കി. ഞാൻ തൊട്ടതേ ഇല്ല, ഫുൾ അമ്മയുടെ പണി തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് അമ്മ തന്നെയാണ് ഫുൾ ഉണ്ടാക്കിയത്. നല്ല അടിപൊളി. അവർക്ക് രാവിലെ അതിന് സദ്യ ഒന്നും ഉണ്ടാക്കാനുള്ള സമയം, അവർക്ക് സദ്യ അത്ര താല്പര്യമില്ല. അവര് പുലാവ്, അങ്ങനെ ഗീ റൈസും പൊട്ടറ്റോ ഫ്രൈ അങ്ങനെ അതുണ്ടാക്കി കൊടുത്തു. രാവിലെ ഒന്ന് ഓടിപ്പോയി അമ്പലത്തിൽ പോയി വന്നു, പ്രാർത്ഥിച്ചു. പിന്നെ വഴിപാടൊക്കെ അമ്മ സാധാരണത്തെ പോലെ ഇന്നത്തെ പോലെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞു പിറന്നാൾ, നമ്മൾ മാത്രമായിട്ടുള്ള ഒരു കുഞ്ഞു പിറന്നാൾ അതന്നെ. പിന്നെ അപ്പോൾ പറഞ്ഞു വന്നത് 200ാമത്തെ വീഡിയോൻ്റെ കാര്യം. ഇപ്പോൾ 200 വീഡിയോ ഒക്കെ ഇടണം വെച്ചെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെന്താ വെച്ചാൽ രണ്ടാമത്തെ കൊല്ലാണ് ആവാൻ പോകും. നവംബറിലേക്ക് നവംബറൊക്കെ ആകുമ്പോഴേക്കും 2ാമത്തെ കൊല്ലായി.
ഇപ്പം എനിക്ക് ഇപ്പോഴും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാൻ കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ വീഡിയോ കാണാൻ ആൾക്കാരുണ്ട്, അതിന് നല്ലപോലെ കമൻറ്റ് ചെയ്യാനും അങ്ങനത്തെ അതിനൊക്കെ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. അതെ, അതുകൊണ്ടാണ് ഞാനിപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 200 വീഡിയോ ആയിട്ടുള്ളതും. അപ്പോൾ അതിൻ്റെ സന്തോഷം അത് നമ്മളിങ്ങനെ ഒരുമിച്ച് വന്നിട്ട് അല്ലാണ്ട് പിന്നെ എങ്ങനെയാ പങ്കുവയ്ക്കുക. അതെ, ഒരു ജോലി എന്ത് ജോലിയോ ആയിക്കോട്ടെ, നമുക്കൊരു ജോലി അത് നമ്മളെ ആത്മാർത്ഥത്തോടുകൂടി ചെയ്യാം, എന്തായാലും കുഴപ്പമില്ല. അതെ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ അതിനുള്ള എന്തായാലും ആ ഒരു പ്രതിഫലം എന്ന് പറയുന്നത് എന്തായാലും കിട്ടും. അത് തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം. ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ആയിട്ട് ഈ നേരം വരെ എത്ര പേരാണ് കമൻ്റായിട്ടും മെസ്സേജായിട്ട് അങ്ങനെ മെസ്സേജായിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ നമ്പർ ഉള്ളവർ അങ്ങനെ കുറേ പേര് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷമാണ്. എനിക്ക് പ്രത്യേകത പറയണ്ട, സുജാത ചേച്ചിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തോന്നുന്നു എൻ്റെ അമ്മയായിരുന്നു അവർ കഴിഞ്ഞത്. അത്ര ഇഷ്ടം തോന്നുന്നു കേൾക്കണുണ്ടോ എന്തോ, കേൾക്കാതിരിക്കില്ല നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ. അടുപ്പുള്ള മാതിരി മോളെ വിളിക്കുന്ന കേൾക്കും, തേനെ ഒലിക്കുന്ന മാതിരി. നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ കേട്ടോ. എല്ലാവരും ചിലപ്പോൾ കമൻറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു പേര്. അപ്പോൾ സുജാതാൻ്റെ എന്തായാലും കാണുമ്പോൾ സുജാതാൻ്റെ രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് പേര് കേട്ടോ, അങ്ങനെ പ്രത്യേകിച്ച് പേരെടുത്ത്. ഇതെന്താ വെച്ചാൽ സ്പെഷ്യലായിട്ട് അമ്മമ്മ അത് എപ്പോഴും കേൾക്കുന്നതാണ് ആ ഒരു സൗണ്ട്. അതുകൊണ്ടാണ് അമ്മമ്മ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞത്. അത് സുജാത വിജയൻ എന്നാണ് ആൻറ്റിയുടെ പേര്. പിന്നെ എല്ലാവരും നമ്മളെ ഫാമിലിയിലുള്ളവരും രാവിലെ തൊട്ട് എത്ര പേര് വിളിച്ചു, എല്ലാവരും വിളിച്ചു. ഒരാൾ നമ്മളിങ്ങനെ വിഷ് ചെയ്യുക ഒരു ദിവസം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സന്തോഷം വേറെ അല്ലേ. കാരണം എത്ര പേരാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലത് വരട്ടെ എന്നൊരാളല്ലേ, ഒരാൾ നല്ലത് വരട്ടെ എന്ന് നമ്മളോട് പറയുമ്പോൾ തന്നെ അതൊരു വലിയ കാര്യമാണ് കേട്ടോ. എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടാണ് തോന്നുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, നമ്മളെ പറ്റിയിട്ട് നല്ലത് പറയാന്ന് പറയുമ്പോൾ അത് എത്ര വലിയൊരു വളർച്ചയാണ് അറിയുന്നത്. അതെ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ തന്നെ അതിങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് എൻ്റെ ഒരു സന്തോഷം പറയാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് എന്നും ഇതേപോലെ തന്നെ ഇതിലും കൂടുതലായിട്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് എല്ലാവരുടെയും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, നമ്മളുടെ ഫാമിലിയുടെ കൂടെ ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് പിന്നെയും നല്ല നല്ല വീഡിയോസ് ചെയ്യാനും അങ്ങനെയൊക്കെ തോന്നുക. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ അമ്മ ഒക്കെ എന്താ പറയുക പഴയ കാര്യങ്ങളൊക്കെ നല്ലപോലെ അറിയുന്നതുകൊണ്ട് ഒരുപാട് പേര് നമ്മളുടെ എന്താ പറയുക വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻറ്റ്സ് ചോദിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അമ്മമ്മയുടെ അടുത്ത് ചോദിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. കുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ പലരും അമ്മയുടെ ഇത് കാണിക്കാൻ പറഞ്ഞിട്ടാണ് അമ്മയുടെ അടുത്ത് ചോദിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദിക്കും. പക്ഷെ അതുപോലെ അല്ലാണ്ട് പഴയ കാര്യങ്ങൾ, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഈ കർക്കിടക മാസം തുടങ്ങിയിട്ട് തന്നെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പലരും ചോദിച്ചറിയാം. കാരണം എല്ലാവരുടെ വീട്ടിലും അങ്ങനെ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടായി എന്നൊന്നും വരില്ല. അപ്പോൾ അമ്മമ്മ അറിയാവുന്നവരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് അതന്നെ. അപ്പം നമ്മളുടെ ഫാമിലിയിൽ കാണുമ്പോൾ അത്രയും ഒരു അടുപ്പം തോന്നുന്നതുകൊണ്ടാണ് അവർ നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പം നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അമ്മമ്മയുടെ അടുത്ത് ഞാൻ ചോദിക്കും, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് ചോദിക്കും. പറയണത് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അത് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യാറുമുണ്ട്. അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഈ സ്നേഹം, ഈ ഒരു സപ്പോർട്ടൊക്കെ തുടർന്നും ഇതേപോലെ തന്നെ എല്ലാവർക്കും തുടർന്ന് പോകട്ടെ. അതെ. അപ്പം നമുക്ക് നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും കാണാം. അതന്നെ. സ്കൂളിൽ പോയതുകൊണ്ട് അവരാർക്കും കൂടാൻ പറ്റിയില്ല. കുട്ടിയോള് സ്കൂളിൽ പോയിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പുറത്ത് പോയിരിക്കുകയാണ്. ഇങ്ങനത്തെ വീഡിയോയിലൊന്നും വന്നിരിക്കാൻ പറഞ്ഞാൽ അച്ഛൻ വന്നിരിക്കുന്നില്ല. വരാനും പറ്റില്ല. അച്ഛനൊന്നും ഒരിക്കലാണ് അച്ഛൻ ശുദ്ധമായിട്ട് ഇങ്ങനെ നടക്കും. അതന്നെ. അപ്പൊ അച്ഛന് പിന്നെ ഇങ്ങനത്തെ വീഡിയോയിലൊന്നും അച്ഛൻ വിളിച്ചാൽ വരില്ല. അച്ഛൻ അങ്ങനത്തെ വേറെ സ്പെഷ്യൽ അങ്ങനത്തെ വീഡിയോകളൊക്കെയാണ് നമ്മളിങ്ങനെ ചെന്ന് എടുക്കുമ്പോൾ അങ്ങനെ ഓക്കെ. പിന്നെ സൈത്തേട്ടനാഴ്ചകൾ കോയമ്പത്തൂരാണ്. അപ്പോൾ ഇത്ര പേരെന്നെ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചൊരു കുഞ്ഞു പിറന്നാളും കൂടി. അപ്പോൾ എല്ലാവരുടെയും എന്താ പറയുക വിശ്വസമൊക്കെ അറിയിച്ചതിന് എല്ലാവരോടും ഒരുപാട് സ്നേഹം. വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും ഒരുപാട് കാണാം. അതന്നെ. അപ്പോൾ എല്ലാവരോടും താങ്ക്സ്. മറ്റില്ലൊരാശയം ഞങ്ങൾക്കൊരു നാളും മുറ്റുംബവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ ഭക്തിമാൻ ഏറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധവും മത്പാദവിന്യാസധ്വനി കേൾക്കായി. കാൽപ്പെരുമാറ്റം മതീയം സത്തതാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനിന്ദു മൂലം മമ നന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം.
ഇത്തമാകർണ്യ ഞാൻ ഞാൻ വെള്ളം കൊണ്ട് ചെല്ലുകയാണെന്നാണ് വിചാരിച്ചത്. കാൽപെരുമാറ്റം കേട്ടപ്പോഴേ അപ്പൊ ചെല്ലുന്ന രസകരനാണ് കണ്ണ് കാണില്ലാത്ത അപ്പൊ പറയാണ് മകനോട് പറയാണ് വിചാരിച്ചിട്ട്. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതന എന്തകപ്പെട്ടിതിനുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യ ഗുരുബുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോദ്ബാധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യവിന്ദിതം തേജോവിഹീനമകം പുക്കിതു ചെന്നു രാജഗേഹം രാജലക്ഷ്മണവർജിതം തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികേ പുത്രനെ കണ്ടു സന്തോഷേണ മാതാവുമുദ്ധായ ഗാഠമാലിംഗ്യമടിയിൽ വച്ചു തങ്മാങ്കേ മുകർന്നാശുഭൂ ചോദിച്ചിതു ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ. ചോദിക്കാണ് മകനോടെ വീട്ടിലെല്ലാവർക്കും സുഖം. മാതാവിനും പിതൃഭാതൃജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലി പറകനി ഇത്തരം കൈകേയി ചൊന്ന നേരത്തതി ഉത്തരമാശു ഭരതനും ചൊല്ലിനാൻ ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോട് പിരിഞ്ഞു രഹസ്യ ഞാൻ താതനെ പണ്ടു കാൺമീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നത് എന്തുൾ പൂവിലുണ്ടുമേ താപവും ഭീതിയും മൽപിതാവെങ്ങു പറയുന്നതു കേട്ടു തൽപ്രിയമാ